ഫെർഗാങ്കൻ ഹൈറ്റിൽ പെർഫെക്റ്റ് ഫോം ഓൾറെഡി നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഏതാ? പ്രട്ടേരിട്ടമാണ്. പെർഫെക്റ്റ് ഫോം നമ്മൾ എങ്ങനെ എഴുതിയേ? ഹെൽപ്പിംഗ് വേർബിനെ കോൺജുഗേറ്റ് ചെയ്തിട്ട് പാർട്ടിസിപ്സായി അമ്മേൻ്റെയിൽ ചേർത്താണ് പെർഫെക്റ്റ് ഫോം എഴുതിയത്. അത് നമ്മൾ കൂടുതലും സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഉപയോഗിക്കുന്നത് അല്ലേ? പ്രട്ടേരിട്ടം നമ്മൾ ഓൾറെഡി പറഞ്ഞു, എഴുതാൻ വേണ്ടിയിട്ട് ലേഖനം, ഉപലേഖനം, ഉപന്യാസത്തിലൊക്കെയാണ് നമ്മൾ കൂടുതലും പ്രട്ടേരിട്ടം യൂസ് ചെയ്യുന്നത്. പ്രട്ടേരിട്ടം എന്ന് പറയുന്നത് കാവ്യാത്മകമായി നമുക്ക് എഴുതാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പ്രട്ടേരിട്ടം എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? കോൺജുഗേറ്റ് ചെയ്യുന്ന സാധാരണ വേർബുകളുടെ ഫോമിലാണ് നമ്മൾ പ്രട്ടേരിട്ടം എഴുതുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കോൺജുഗേറ്റ് ചെയ്യുന്നതെന്ന് അറിയണം, എങ്ങനെയാണ് നമ്മളത് പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് അറിയണം. ഇതിന് വലിയ വ്യത്യാസമൊന്നുമില്ല, നമ്മുടെ നോർമൽ സെൻറ്റൻസിൻ്റെ അതേ ഫോമാറ്റിലാണ്. അതായത് ഫെർഗാങ്കൻ ഹൈറ്റ് പോലെ തന്നെയാണ് പ്രട്ടേരിട്ട് എഴുതുന്നത്. പക്ഷേ കോൺജുഗേഷനിൽ കുറച്ച് വ്യത്യാസമുണ്ട്. നമുക്ക് ഓരോന്നും നോക്കാം. ആദ്യം തന്നെ നമുക്ക് മൊഡാൽ വെർബ് പഠിക്കാം. ആദ്യത്തെ മൊഡാൽ വെർബ് ക്യൊന്നനാണ്. ക്യൊന്നൻ എന്ന് വെച്ചാൽ എന്താ? കഴിയുക, സാധിക്കുക എന്നൊക്കെയുള്ളതാണ്. അത് പ്രട്ടേരിട്ടത്തിലേക്ക് പോയപ്പോൾ എന്ത് വ്യത്യാസമാണ് വന്നേ? പ്രട്ടേരിട്ടത്തിലേക്ക് വന്നപ്പോഴേക്കും അതിൻ്റെ ഉംലൗട്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചു. ഉംലൗട്ട് വേണ്ട, അഡീഷണലായിട്ട് നമ്മളൊരു ടി ആഡ് ചെയ്ത് കൊൻഡൻ എന്നായി. ക്യൊൻഡൻ അല്ല, കൊൻഡൻ. കൊൻഡൻ എന്ന് പറഞ്ഞാൽ കഴിയുമായിരുന്നു, സാധിക്കുമായിരുന്നു, കഴിഞ്ഞു എന്നൊക്കെയുള്ള മീനിങ്. കോൺജുഗേഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ക്യൊന്നൻ്റെ കോൺജുഗേഷൻ ഇഷ് ഖാൻ, തു ഖാൻസ്റ്റ്, എർസിയസ് ഖാൻ അങ്ങനെയൊക്കെയാണ്. കൊൻഡനിലേക്ക് വന്നപ്പോഴോ സെയിം തന്നെ. മൊഡാൽ വെർബിൽ ഇഷിനും എർസിയസിനും സെയിം കോൺജുഗേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ കൊൻഡനും സെയിം ആണ്. ഇഷ് കൊൻഡെ, എർസിയസ് കൊൻഡെ, തു കൊൻഡസ്റ്റ്, വിയ കൊൻഡൻ, യ കൊൻഡറ്റ്, സി കൊൻഡൻ. അതിൽ സംശയമൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് അടുത്തത് നോക്കാം, എങ്ങനെയാണ് നമ്മൾ എഴുതുന്നതെന്ന്. എനിക്ക് ജർമ്മൻ സംസാരിക്കാൻ കഴിയും, എനിക്ക് ജർമ്മൻ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു അല്ലെങ്കിൽ കഴിയുമായിരുന്നു. ഇത് രണ്ടും നമ്മൾ ജർമ്മനിൽ എങ്ങനെ പറയാം? ഇഷ് കാൻ ഡോയ്ച്ച് സ്പ്രെഷൻ, ഇഷ് കൊൻഡെ ഡോയ്ച്ച് സ്പ്രെഷൻ. വ്യത്യാസം മനസ്സിലായോ? ആ ഒരു വേർബിൻ്റെ സ്ഥാനത്തിന് മാത്രമേ നമ്മൾ ചേഞ്ച് വരുത്തിയിട്ടുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കുക, മൊഡാൽ വെർബ് ആണെങ്കിലും മൊഡാൽ വെർബ് പാസ്റ്റിലാണെങ്കിലും, അതായത് ഫെർഗാങ്കൻ ഹൈറ്റിലാണെങ്കിലും ഗഗൻ വാർട്ടിലാണെങ്കിലും നമ്മൾ മൊഡാൽ വെർബിന് മാത്രമേ ചേഞ്ച് വരുത്തത്തുള്ളൂ. നോർമൽ വെർബ് അമ്മൻ്റെയിൽ ഇൻഫിനിറ്റി ഫോമിലായിരിക്കും. വിയ ക്യൊന്നൻ മോർഗൻ കൊമ്മൻ, നമുക്ക് നാളെ വരാൻ കഴിയുന്നു. ഇനി അത് കൊൻഡൻ ആണെങ്കിലോ? കൊൻഡൻ വന്നിട്ട് നമുക്ക് നാളെ പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ? നാച്ചുറലി വിയ കൊൻഡൻ ഗെസ്റ്റോൺ കൊമ്മൻ, നമുക്ക് ഇന്നലെ വരാൻ കഴിഞ്ഞു. എർ ഖാൻ സെയാ ഗുഡ് കോഹൻ, അവന് വളരെ നന്നായി പാചകം ചെയ്യാൻ കഴിയും. ഖാൻ എന്നുള്ളത് കൊൻഡനായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കഴിഞ്ഞിരുന്നു എന്നാവും, അല്ലെങ്കിൽ കഴിയുമായിരുന്നു, കഴിഞ്ഞു എന്നാവും. എർ കൊൻഡെ സെയാ ഗുഡ് കോഹൻ, അവന് വളരെ നന്നായി പാചകം ചെയ്യാൻ കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത മൊഡാൽ വെർബ് നോക്കാം. അടുത്ത മൊഡാൽ വെർബാണ് വൊള്ളൻ. വൊള്ളനെ നമ്മൾ വോൾട്ടൻ എന്നാക്കി. വൊള്ളൻ എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക എന്നാ, എനിക്കിത് വേണം എന്ന് നമ്മൾ പറയില്ലേ? അതിന് നമുക്ക് വോൾട്ടൻ ആക്കി കഴിഞ്ഞപ്പോൾ ആഗ്രഹമുണ്ടായിരുന്നു, വേണമായിരുന്നു എന്നൊക്കെയുള്ള മീനിങ് ആയി. കോൺജുഗേഷൻ, വൊള്ളൻ്റെ കോൺജുഗേഷൻ ഇഷ് വിൽ, ഡു വിൽസ്റ്റ് എന്നൊക്കെയായിരുന്നു. അത് വോൾട്ടനിലേക്ക് വന്നപ്പോഴോ ഇഷ് വോൾട്ടെ, ഡു വോൾട്ടെസ്റ്റ്, എർസിയസ് വോൾട്ടെ, വിയ വോൾട്ടൻ, യ വോൾട്ടെറ്റ്, സി വോൾട്ടൻ എന്നായി. ടി എന്ന് പറഞ്ഞൊരു ലെറ്റർ മാത്രമേ ഇവിടെ അഡീഷണലായിട്ട് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കോൺജുഗേഷൻ ശ്രദ്ധിച്ച് വേണം എഴുതാൻ. വില്ലെന്നുള്ളത് വോൾട്ടേന്ന് മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഈ വില്ലെന്ന് പറഞ്ഞതാണ് ഇവിടെ കിടക്കുന്നത്, അവിടെ വൊള്ളല്ലാത്തത് കൊണ്ട്
വിൽട്ടെ എന്നൊക്കെ എഴുതാനുള്ള നമ്മൾ ഓൾറെഡി പഠിച്ചു വച്ചേക്കുന്നത് നമ്മൾ പെട്ടെന്ന് മറക്കില്ല. ആദ്യം പഠിച്ചു വച്ചേക്കുന്നതായിരിക്കും നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാന്നാ പറയാം. അതുകൊണ്ട് ഇത് രണ്ടും ഈ വൊള്ളനും വോൾട്ടനും ഉള്ള ചേഞ്ച് നോക്കി തന്നെ പഠിക്കണം. അടുത്തത്, എനിക്ക് ജർമ്മൻ പഠിക്കാൻ ആഗ്രഹമുണ്ട്. നേരത്തെ നമ്മൾ കാനിട്ടപ്പോൾ എനിക്ക് ജർമ്മൻ പഠിക്കാൻ കഴിയുമെന്നല്ലായിരുന്നോ? ഇവിടെ ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ ഐ വോണ്ട് ടു ലേൺ ഡോയ്ഷ്. ഇനി അത് വോൾട്ടെ വന്നപ്പോഴോ ആഗ്രഹമുണ്ടായിരുന്നു എന്നായി അല്ലേ? വോൾട്ടെ വന്നപ്പോൾ വന്ന വ്യത്യാസമാണ് ആഗ്രഹം ഉണ്ട് എന്നുള്ളത് ആഗ്രഹമുണ്ടായിരുന്നു എന്നുള്ള മീനിങ്ങിലേക്ക് പോയത്. വി ആർ വോളൻ മോർഗൻ ഇൻ സ്കീനോഗെയിൻ. നമുക്ക് നാളെ സിനിമയ്ക്ക് പോകാൻ ആഗ്രഹമുണ്ട്. ഇനി വി ആർ വോൾട്ടൻ ഗെസ്റ്റൺ ഇൻ സ്കീനോഗെയിൻ എന്നാണെങ്കിലോ വോൾട്ടൻ ആയില്ലേ? അപ്പം ആഗ്രഹം ഉണ്ടായിരുന്നു എന്നായി. അതായത് കറൻ്റ്ലി ഉള്ള കാര്യമല്ല, പാസ്റ്റിലുള്ള കാര്യമാണ്. എർ വിൽ സ്യാ ഫ്രൂ ഔസ്റ്റേൻ. അവൻ വളരെ നേരത്തെ എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്നു. അത് വോൾട്ടെ വന്നപ്പോഴോ ആഗ്രഹം ഉണ്ടായിരുന്നു. വോൾട്ടൻ്റെ കോൺജുഗേഷൻ പഠിച്ചല്ലോ അല്ലേ? ഇനി നമുക്ക് മ്യൂസൻ പഠിക്കാം. മ്യൂസൻ എന്ന് പറഞ്ഞാൽ നിർബന്ധമുണ്ട്, അത്യാവശ്യം ചെയ്യേണ്ടതുണ്ടെന്നൊക്കെയുള്ള മീനിങ്ങാണ്. ഇത് പാസ്റ്റിലേക്ക് പോയപ്പോഴേക്കോ മുസ്റ്റൻ എന്നായി. ഉംലൗട്ടും വേണ്ട, അഡീഷണൽ ആയിട്ട് നമുക്കൊരു ടീയും വേണം. കൊൻഡൻ പോലെ തന്നെ അല്ലേ? കെൻഡൻ, കൊൻഡൻ, മ്യൂസൻ, മുസ്റ്റൻ. ഇവിടെ നിർബന്ധമായി ചെയ്യേണ്ടതുണ്ടായിരുന്നൊരു കാര്യമാണ്. നമുക്കത് മിസ്സാക്കാൻ പറ്റത്തില്ല, മസ്റ്റായിട്ട് ചെയ്യണം. നമ്മുടെ രഗീറും ഒക്കെ നമുക്ക് ഓരോ റെസ്പോൺസിബിലിറ്റീസ് തരുന്നില്ലേ? അതുപോലെ കോൺജുഗേഷൻ മ്യൂസൻ എന്നുള്ളത് അറിയാലോ, ഇഷ്മുസ്, ദുമുസ്റ്റ്. ഇവിടെ മുസ്റ്റൻ വന്നപ്പം ഇഷ്മുസ്റ്റേ, ദുമുസ്റ്റസ്റ്റ്, എർസിയസ് മുസ്റ്റേ. ഇപ്പം മുസ്റ്റ് എന്നുള്ളത് ഓൾറെഡി ദൂവിൻ്റെ കോൺജുഗേഷൻ ആയതുകൊണ്ട് ദൂവിൻ്റെ പ്രട്ടേറിട്ടം ഫോം മുസ്റ്റസ്റ്റ് എന്നാണെന്നുള്ളത് മറന്നു പോകാൻ പാടില്ല. മുസ്റ്റസ്റ്റ് എന്നുള്ളതാണ്. നമുക്കത് മറന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ മുസ്റ്റൻ ആയതുകൊണ്ട് ദൂവിലേക്ക് വന്നു കഴിയുമ്പം അഡീഷണൽ ഒരു EST എന്ന് ചേർക്കണം എന്നുള്ളത് മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അത് മിസ് ചെയ്യല്ലേ. ഇഷ്മു സീരൻ ടാഹ്ലേണൻ. എനിക്ക് ദിവസവും പഠിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടി വന്നു, പഠിക്കേണ്ടതുണ്ടായിരുന്നു എന്നൊക്കെയുള്ള മീനിങ് ആണ്. ഇഷ്മുസ്റ്റേ വരുമ്പം പഠിക്കേണ്ടി വന്നു. ഇപ്പം പഠിക്കേണ്ടതുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത് ഒരു കാര്യം നിർബന്ധമായിട്ട് പറയുമ്പോഴാണ് മ്യൂസൻ യൂസ് ചെയ്യാം. വി ആർ മ്യൂസൻ ഫ്രീ ഔസ്റ്റേൻ. നമുക്ക് നേരത്തെ എഴുന്നേൽക്കേണ്ടതുണ്ട്. ഇനി പാസ്റ്റിലേക്ക് പോയപ്പോഴോ എഴുന്നേൽക്കേണ്ടി വന്നു. വി ആർ മ്യൂസൻ അല്ല, വി ആർ മുസ്റ്റൻ ഹോയ്റ്റ് ഫ്രീ ഔസ്റ്റേൻ. അവൻ ഡോക്ടറുടെ അടുത്തേക്ക് പോകേണ്ടതുണ്ട്. എർമുസ് സും ആർസ്കിയൻ. അത് മുസ്റ്റേ വന്നപ്പോൾ എന്ത് വന്നേ? ഉണ്ടെന്നുള്ളത് പോകേണ്ടി വന്നു എന്നായി. അതായത് പാസ്റ്റിലേക്ക് പോയി. അടുത്തത് ഡ്യൂർഫൻ. ഡ്യൂർഫൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളൊരു കാര്യം അനുവദിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളതിന് ഏബിളാണ്, കഴിയുക എന്നുള്ളത് പോലെ തന്നെയാണ്. പക്ഷെ നമ്മൾക്ക് ആ ഒരു അത് ചെയ്യാനുള്ളൊരു റൈറ്റ് മറ്റൊരാളായിരിക്കും തരിക. ഡ്യൂർഫൻ. അനുവദിക്കുക, കഴിയുക. ഇനി അനുവദിച്ചിരുന്നു, കഴിയുമായിരുന്നു എന്നൊക്കെ. കോൺജുഗേഷൻ ഇഷ് ഡാർഫാണ്. അത് പാസ്റ്റിലേക്ക് പ്രട്ടേറിട്ടത്തിലേക്ക് പോയപ്പോഴേക്കും അത് ഇഷ് ഡൂർഫ്റ്റെ എന്നായി. പിന്നെ ഇഷ് ഡൂർഫ്റ്റസ്റ്റ്, എർസിയസ് ഡൂർഫ്റ്റെ, ഡൂർഫല്ല ഡൂർഫ്റ്റെ. ഇവിടെ ഉംലൗട്ടില്ല. ഉംലൗട്ടിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഡ്യൂർഫൻ എഴുതുമ്പോൾ ഡാർഫെന്ന് നമുക്ക് പെട്ടെന്നത് നോക്കുമ്പം ഡൂർഫെ, ഡൂർഫ്സ്റ്റ് എന്നൊക്കെ എഴുതാനല്ലേ വരിക.
പക്ഷെ അതങ്ങനെ അല്ലല്ലോ, നമ്മളത് ശ്രദ്ധിച്ച് വേണം എഴുതാം. പക്ഷെ പ്രത്യയരിട്ടത്തിലേക്ക് വന്നപ്പോഴേക്ക് ഇതുപോലുള്ള നമ്മൾ അഡീഷണൽ ആയിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് മൊഡാൽ വെർബിൻ്റെ പ്രത്യയരിട്ടം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് എഴുതാവുന്നതേ ഉള്ളൂ. എർസിയസിനും ഇഷിനും സെയിം കോൺജുഗേഷൻ ആണ് എന്നൊക്കെ ഓർത്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഇത്രയും കണ്ടില്ലേ? ഇഷ് ഡൂർഫ്റ്റെ, ദു ഡൂർഫ്റ്റസ്റ്റ്, എർസിയസ് ഡൂർഫ്റ്റെ, wir durften, ihr durftet, sie durften. ഇനി ഡ്യൂർഫൻ. Ich darf heute ins Kino gehen. എനിക്ക് ഇന്ന് സിനിമയ്ക്ക് പോകാൻ അനുവാദമുണ്ട്. Ich durfte gestern ins Kino gehen. അനുവാദമുണ്ടായിരുന്നു. വ്യത്യാസം മനസ്സിലായോ? Wir dürfen hier parken. നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ അനുവാദമുണ്ട്. അപ്പം ഡൂർഫ്റ്റൻ ആയാൽ എന്ത് പറ്റി? അനുവാദമുണ്ടായിരുന്നു എന്നായി. ഒരു ഡാർഫ് nicht rauchen. അവന് പുക വലിക്കാൻ അനുവാദമില്ല. അത് അനുവാദമില്ലായിരുന്നു എന്നാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഡാർഫ് എന്നുള്ളത് ഡൂർഫ്റ്റെ എന്നാക്കിയാൽ മതി. വേറെ ചേഞ്ച് ഒന്നും ചെയ്യണ്ട. അടുത്തതാണ് മ്യോഗൻ. മ്യോഗൻ എന്ന് വെച്ചാൽ ഇഷ്ടപ്പെടുന്നു, ഇഷ്ടമുണ്ടായിരുന്നു എന്നൊക്കെയാണ്. ഇതിൻ്റെ പാസ്റ്റ് ഫോം കണ്ടോ? മ്യോഗൻ എന്നുള്ളത് മ്യോക്ടൻ അല്ല, മ്യോഷ്ടൻ എന്നാണ്. മ്യോഷ്ടൻ നമ്മൾ പഠിച്ചില്ലേ? അതിൻ്റെ ഉംലൗട്ട് കളഞ്ഞിട്ടുള്ള ഫോമാണ് മ്യോഗൻ്റെ പ്രത്യയരിട്ടം. അതുകൊണ്ട് അത് നോട്ട് ചെയ്ത് വെക്കണം. മ്യോഗൻ എന്നുള്ളത് മോക്ടൻ എന്നൊക്കെ എഴുതാനുള്ള ഒരു നമ്മൾ കുറച്ച് കാര്യങ്ങൾ കോമൺ ആയിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബാക്കി അതുപോലെ ഫോളോ ചെയ്യും. പക്ഷേ ചില കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കണമല്ലോ. മ്യോഗൻ, മോഷ്ടൻ. മ്യോഷ്ടൻ അല്ല, മോഷ്ടൻ. ഇഷ് മാഗ്, ദു മാഗ്സ്റ്റ്, എർസിയസ് മാഗ് എന്നായിരുന്നു. ഇവിടെ ഇഷ് മോസ്റ്റ്, ദു മോസ്റ്റസ്റ്റ്, എർസിയസ് മോസ്റ്റ്, വിയർ മോസ്റ്റൻ, ഇയർ മോസ്റ്ററ്റ്, സി മോസ്റ്റൻ. ഇതിൻ്റെ മീനിങ് എന്തായിരുന്നു? ഇഷ്ടപ്പെടുന്നു, മനസ്സുണ്ടെന്നൊക്കെയായിരുന്നു. അത് ഇഷ്ടമുണ്ടായിരുന്നു, മനസ്സുണ്ടായിരുന്നു എന്നുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. മ്യോഗൻ, ഇഷ് മാഗ് ഷോക്കലാഡ്. എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ്. അപ്പം നമുക്കിവിടെ എന്താ ചെയ്യേണ്ടത്? ഇഷ്ടമായിരുന്നു എന്നാക്കണം. ഇഷ്ടമായിരുന്നു എന്നാക്കാൻ വേണ്ടിയിട്ട് ആരെ എടുത്ത് മാറ്റണം? മാഗിനെ എടുത്ത് മാറ്റണം. മാഗിനെ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ എന്താക്കി? മോഷ്ടയാക്കിയപ്പോൾ ഇഷ് മോഷ്ട ചോക്കോലാഡ്. എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമായിരുന്നു. വ്യത്യാസം മനസ്സിലായില്ലേ? മ്യോഗൻ ഹുണ്ടെ. ഹുണ്ടെ എന്ന് പറയുന്നത് ഹുണ്ടിൻ്റെ പ്ലൂറലാണ്. ഹുണ്ടെ നായ്ക്കൾ ഇഷ്ടമാണ്. ഇഷ്ടമായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് മ്യോഗനെ മോഷ്ടനാക്കിയാൽ മതി. മാഗ് ദസ് ലീഡ്. മാഗ് ദസ് ലീഡ്. അവന് ആ പാട്ട് ഇഷ്ടമാണ്. മോഷ്ട ദസ് ലീഡ്. അവന് ആ പാട്ട് ഇഷ്ടമായിരുന്നു. വ്യത്യാസം മനസ്സിലായില്ലേ? ഇനി നമുക്ക് സൊള്ളൻ. ഇത് ലാസ്റ്റ് മൊഡാൽ വെർബാണ്. ഉത്തരവുണ്ട്, നിർബന്ധമുണ്ടെന്നൊക്കെ. നമ്മുടെ അടുത്ത് ഇപ്പം ടീച്ചേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞു. അത് നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും. ഷുഡായിട്ട്, അതായത് സൊള്ളൻ എന്ന് പറഞ്ഞു കഴിയുമ്പം ഇവിടെ നമ്മളാണ് ചോയ്സ് എടുക്കുക. നമ്മളിതിൻ്റെ ഒരു കാര്യം ഇപ്പോൾ ചെയ്യാൻ പറഞ്ഞേക്കുന്നൊരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഫേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ അത് ചെയ്യണമെന്ന് പറയുന്നു. അതിനാണ് സൊള്ളൻ എന്ന് പറയാം. ഇപ്പം മുസ്റ്റൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു ആഫ്റ്റർ എഫക്റ്റ് കാണണമെന്നില്ല. പക്ഷെ സൊള്ളൻ എന്ന് പറയുന്നൊരു ആഫ്റ്റർ എഫക്റ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അതുകൊണ്ട് നിർബന്ധിതയായി ചെയ്യുന്ന ഒരു കാര്യമാണ് സൊള്ളൻ എന്ന് പറയാം. ഒരു ഉത്തരവായിരിക്കും. ഉത്തരവുണ്ട് അല്ലെങ്കിൽ നിർബന്ധമുണ്ട്. അത് നോക്കിക്കേ, സൊള്ളൻ അവിടെ ഉംലൗട്ട് ഇല്ല. അതിന് നമ്മൾ സൊൾട്ടനാക്കി. അപ്പോൾ കോൺജുഗേഷൻ നോക്കാം. Ich soll, du sollst, er sie soll, wir sollen, ihr sollt, sie sollen. ഇത് നമ്മൾക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം? Ich sollte, du solltest, er sie sollte, wir sollten, ihr solltet, sie sollten. മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. Ich soll mehr lernen. ഞാൻ കൂടുതൽ പഠിക്കണം എന്നുള്ളത് പഠിക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സാമിന് ഫെയിൽ ആവും. അത് തന്നെയാണ് ഇതിൻ്റെ
പ്രശ്നം എന്ന് പറയുന്നത്. ഞാൻ കൂടുതൽ പഠിക്കണമായിരുന്നു എന്നാക്കാൻ വേണ്ടിയിട്ട് സൊള്ളൻ എന്നുള്ള വെർബിൻ്റെ അടുത്ത് സൊൾട്ടേ എന്നുള്ള വെർബാക്കി. അപ്പോൾ വ്യത്യാസം പഠിക്കണം എന്നുള്ളത് പഠിക്കണമായിരുന്നു, ഇപ്പോഴല്ല മുന്നേ. വി ആർ സോൾട്ടൻ പുങ്ക്ലിഷ് സൈൻ, നമുക്ക് സമയത്ത് എത്തണം. വി ആർ സോൾട്ടൻ പുങ്ക്ലിഷ് സൈൻ, സമയത്ത് എത്തണമായിരുന്നു. പുങ്ക്ലിഷ് എന്ന് പറഞ്ഞാൽ എന്നാ, പഞ്ച്വൽ. അർ സോൾസും ആർസ്റ്റ് ഗെയൻ, അവന് ഡോക്ടറുടെ അടുത്ത് പോകണം. സോൾട്ടേ ആയപ്പോഴേക്കും എന്തായി, പോകണമായിരുന്നു. അപ്പം മൊഡാൽ വേർബ് എങ്ങനെ എഴുതണ്ടേന്ന് അറിയാലോ. നമ്മൾ സബ്ജക്റ്റിനെ വെച്ചിട്ട് മൊഡാൽ വേർബിനെ കോൺജുഗേറ്റ് ചെയ്യുന്നു, ഒബ്ജക്റ്റ് എഴുതുന്നു അമ്മൻ്റെയിൽ, നോർമൽ വേർബിന് ഇൻഫിനിറ്റി ഫോമിൽ എഴുതുന്നു. ഇത് തന്നെയാണ് പ്രട്ടേരിട്ടത്തിലും ചെയ്യുക. കോൺജുഗേഷന് വ്യത്യാസമുണ്ട്. പ്രട്ടേരിട്ടം ഫോമിൽ വേണം നമ്മൾ മൊഡാൽ വേർബിനെ എഴുതാൻ. കൊൻഡൻ, പിന്നെ വോൾട്ടൻ, മോസ്റ്റൻ, മുസ്റ്റൻ, ഡൂർഫ്റ്റൻ, പിന്നെ സോൾട്ടൻ. 6 എണ്ണമാണ് ഉള്ളത്. എല്ലാം പഠിച്ചു വയ്ക്കുക. കോൺജുഗേഷൻ കറക്റ്റായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ വ്യത്യാസം മതി, അർത്ഥം വലുതാണ്. അതുകൊണ്ട് നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കേ.